നിന്റെ നിന്റെ ഷോപ്പ് എന്ന് പറയുന്നത് ഒരു കോടീശ്വരന്മാരുടെ ഷോപ്പ്. നിന്റെ ഷോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ പാവങ്ങളെ തട്ടിക്കാൻ വെച്ചിരിക്കുന്ന ഷോപ്പ്. എനിക്ക് ആരെയും പറ്റിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നന്നായിട്ട് അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. കാരണം 1-ാം തീയതി വൈകിട്ട് ചാലിന്റെ ചോദിച്ച പറയും 1-ാം തീയതി വൈകുന്നേരം എന്റെ കൊച്ചു ഡ്രസ്സിൽ വെച്ചോണ്ടിരിക്കുന്നു. നീ എവിടത്തെ ഷോപ്പ് വെച്ചോണ്ടിരിക്കുന്നത്? ആക്ക ഷോപ്പ്. എന്നെ വിളിക്കുന്ന തെറിക്കാണെങ്കിൽ കയ്യും കണക്കില്ല. ഞാൻ ഇന്നൊരു ആർക്കും അങ്ങനെ കല്യാണങ്ങൾ ചെയ്ത് കൊടുത്തിട്ട് തെറി വിളിയൊക്കെ ആക്കേണ്ട ഒരു അവസരം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ശാലു പയ്യാട് സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആണ് ഈ പറയുന്ന ശാലു പയ്യാട്. അത് മാത്രമല്ല ആൾക്ക് മറ്റു പല ബിസിനസ്സുകളും ഉണ്ട്. പണ്ട് ഈ പറയുന്ന ശാലു പയ്യാടും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും ഓർക്കുന്നുണ്ടാകുമെന്ന് കരുതുന്നു. അതിനുശേഷമാണ് ശാലു പയ്യാട് കൂടുതൽ അറിയപ്പെട്ടു തുടങ്ങുന്നത്. എന്നാൽ അതിനേക്കാളൊക്കെ അദ്ദേഹം ഫേമസ് ആവാനുള്ള മറ്റൊരു കാരണമുണ്ട്, ചാരിറ്റി. അതെ, ചെറിയ ചാരിറ്റി പരിപാടികളൊക്കെ അദ്ദേഹം ചെയ്യാറുണ്ട്. നിർധനരായ കുടുംബത്തിൽ നിന്നും വരുന്ന കുട്ടികളുടെ കല്യാണം നടത്തി കൊടുക്കുക, വീട് പണിയാൻ സഹായിക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അദ്ദേഹം ചെയ്യാറുണ്ട്. ഇദ്ദേഹത്തിന്റെ സ്വന്തം പൈസ കൊണ്ട് മാത്രമല്ല കേട്ടോ സഹായിക്കാറുള്ളത്. പകരം ഇദ്ദേഹം എന്ത് ചെയ്യും? സഹായിക്കാൻ ഉദ്ദേശിക്കുന്ന കുടുംബത്തിന്റെ അവസ്ഥ കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ചെയ്യും. അങ്ങനെ വീഡിയോ കണ്ട് പലരും അയച്ചു കൊടുക്കുന്ന പൈസ ഉപയോഗിച്ചാണ് ഇദ്ദേഹം ചാരിറ്റി നടത്തുന്നത്. സാധാരണ എല്ലാ ചാരിറ്റിക്കാരും ചെയ്യുന്ന പരിപാടിയൊക്കെ തന്നെ. എന്തായാലും ഇങ്ങനെ ചാരിറ്റി ഒക്കെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത് ഇദ്ദേഹം ചെറിയൊരു പ്രശ്നത്തിൽ ചെന്ന് പെടുന്നത്. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കാൻ ഇദ്ദേഹം സഹായിച്ചിരുന്നു. ഈ കുടുംബത്തിന് അവസ്ഥ കാണിച്ചുകൊണ്ട് ഇദ്ദേഹം വീഡിയോ ഒക്കെ ചെയ്തു. വീഡിയോ കണ്ട കുറെ ആളുകൾ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ കല്യാണമൊക്കെ അടിപൊളിയായിട്ട് നടന്നു. എന്നെപ്പോ നോക്കുമ്പോണ്ട് ശാലു പയ്യാട് മറ്റൊരു വീഡിയോ ചെയ്തിരിക്കുന്നു. ഈ കുടുംബം ഫുൾ ഉടായ്പാണെന്നും ഇനി ആരും ഈ കുടുംബത്തെ സഹായിക്കരുത് എന്നും പറഞ്ഞുകൊണ്ടാണ് ശാലു പയ്യാട് വീഡിയോ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് വരാം. അതിനു മുമ്പ് ഇവരെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ശാലു പയ്യാട് ആദ്യം ചെയ്ത വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഇന്ന് രാവിലെ അലക്സും ഐസനും കൂടെ എന്നെ ഇന്ന് ചെമ്പൂര് അവർക്ക് പരിചയമുള്ള വീട്ടിൽ എന്നെ കൊണ്ടുപോയി. ആ വീട്ടിലെ കൊച്ചിന്റെ കല്യാണം ഈ വരണ ഒക്ടോബർ 2-ാം തീയതിയാണ്. അങ്ങനെ കല്യാണത്തിന് കുറച്ച് ഫോട്ടോ എടുത്തെടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. അതിനുശേഷമാണ് അവർ പറഞ്ഞത് അവരുടെ കയ്യിൽ ഒരു പൈസ ഇല്ല എന്നുള്ളത്. എന്തായാലും അവരുടെ മുഖത്തുള്ള ആ ഒരു മ്ലാനതയും അവരുടെ അവസ്ഥയൊക്കെ കണ്ടിട്ട് എനിക്കെന്തോ ഒരു വിഷമം തോന്നി. ഞാൻ പറഞ്ഞു, ചേച്ചി തിരുവോണമായിട്ട് പൈസ ഒന്നും ഇല്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉണ്ടായിരുന്നെല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞു. എന്തോ എന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമം. ഞാൻ എന്തായാലും നേരെ അടുക്കളയിൽ കയറി കഞ്ഞിക്കലമൊക്കെ തുറന്നു നോക്കിയപ്പം വളിച്ച കഞ്ഞിയും ഈ അച്ചാറും. തിരുവോണ ദിവസം ഇവരുടെ ആഹാരം ഇതായിരുന്നു. ഈ അരി തന്നെ ആരോ കൊടുത്തതാണ്. അവരുടെ അവസ്ഥയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് പറഞ്ഞത് ഏതാണ്ട് 2-2.5 മാസം കൊണ്ട് പച്ച മാങ്ങ കൊണ്ടുള്ള ചമ്മന്തിയാണ് ഇവർ കഴിക്കുന്നത്. രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ ഇത് തന്നെയാണ് ഇവർ ആഹാരം. ഇവർക്ക് അച്ഛനൊന്നുമില്ല. അച്ഛനൊക്കെ ഒരു വലിയ കുടിയനായതുകൊണ്ട് വീട്ടിൽ വരാറുമില്ല. അമ്മ ഒറ്റയ്ക്ക് കഷ്ടപ്പെടാണ് ഈ 2 മക്കളെയും വളർത്തിയത്. എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ചികിത്സിക്കാൻ കാശില്ലാതെ ഇളയ മോളുടെ ഒരു കണ്ണ് ഏതാണ്ട് ഭാഗികമായിട്ട് കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 21 വയസ്സ് പ്രായമായിട്ടും ഈ വീട്ടിലെ 2 പെൺകുട്ടികളാണ്. അവർക്ക് ബാത്റൂം ഇല്ല എന്നുള്ളതാണ്. അവരപ്പുറത്തും ഇപ്പുറത്തും വീട്ടിൽ പോയിട്ടാണ് അവരുടെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത്. ആ ഒരു അവസ്ഥ കേട്ടപ്പോൾ എനിക്ക് സത്യമായിട്ട് ഭയങ്കര വിഷമം തോന്നി. ഞാൻ അതുകൊണ്ട് തന്നെ എന്റെ കയ്യിലുണ്ടായിരുന്ന 10,000 രൂപ അങ്ങനെ തന്നെ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് ബാത്റൂമിനുള്ള പണി തുടങ്ങാൻ പറഞ്ഞു. പണിക്കാരെ ഏൽപ്പിച്ച് വെളിയിറങ്ങി വന്നപ്പോഴേ അവരുടെ കുറെ ഡ്രസ്സുകൾ അലക്കിയിട്ടിരുന്നു. സത്യം പറഞ്ഞാൽ കീറാത്ത ഒരൊറ്റ നല്ല ഡ്രസ്സ് ഇല്ല അവർക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രസ് ക്ലബിൽ നിന്ന് ഒരു ഗിഫ്റ്റ് വഹിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കണ്ടല്ലോ, ആ വീടിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാണെങ്കിൽ ആരായാലും ഒന്ന് സഹായിച്ചു പോകും അല്ലെ? അത്രക്കും മോശം അവസ്ഥയിലൂടെയാണ് അമ്മയും മക്കളും കടന്നു പോകുന്നത്. ഒരു സുഹൃത്ത് വഴിയായിരുന്നു ശാലു പയ്യാട് ഈ കുടുംബത്തെ കുറിച്ച് അറിയുന്നത്. അങ്ങനെയാണ് അവിടെ എത്തുന്നതും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതും. ശേഷം കല്യാണം നടത്തി തരാമെന്ന് ശാലു പയ്യാട് ഈ കുടുംബത്തിന് വാക്ക് കൊടുക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം അമ്മയുടെയും മക്കളുടെയും മട്ടും ഭാവവും മാറി എന്നാണ് ശാലു പയ്യാട് പറയുന്നത്. അതിനെക്കുറിച്ച് ശാലു പയ്യാട് ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും കേട്ടോക്കാം. ഒരുപാട് പേര് അവരുടെ മക്കളുടെ കല്യാണം നടത്തി കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, അവർക്ക് സാമ്പത്തികമായിട്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. 2 കല്യാണം ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു കല്യാണം മാന്യമായിട്ട് നല്ല രീതിയിൽ എനിക്ക് നടത്തി കൊടുക്കാൻ പറ്റും. പക്ഷെ ഒരു കല്യാണം ഞാൻ നടത്തി കൊടുത്തിട്ട് ശരിക്കും അതിന്റെ ഹാങ് ഓവർ ഇപ്പോഴും മാറിയിട്ടില്ല. അതായത് ചെമ്പൂരുള്ള പുഷ്പമംഗളം എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മോളുടെ കല്യാണം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞ എന്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമായിരുന്നു. എന്നെ ആ അബദ്ധത്തിലോട്ട് കൊണ്ട് ചാടിച്ചത് അലക്സ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു സുഹൃത്ത് തന്നെയാണ്. അപ്പൊ പുള്ളിയെ അടുത്തെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പാവപ്പെട്ട കേസാണ്, നിവർത്തിയില്ല, എന്തെങ്കിലും സഹായിക്കുമെന്ന് ചോദിച്ചു. ഞാൻ അവിടെ കൊണ്ടുവന്ന് തല വെച്ചു കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ അവസ്ഥ കണ്ടിട്ടാണ് ഞാനും വളരെ ജെന്യൂനാണെന്ന് വിചാരിച്ചാണ് ചെയ്തത്. പക്ഷെ പിന്നീട് അവിടുത്തെ ഒരുപാട് നാട്ടുകാരെന്നെ വിളിച്ചു പറഞ്ഞു, ശാലു ചേട്ടാ നിങ്ങളെ വീഡിയോ ഒക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്, നിങ്ങൾ എല്ലാ കാര്യത്തിനും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന്. പക്ഷെ ഇത് നിങ്ങളെ ജീവിതത്തിൽ പറ്റിയ ഒരു മണ്ടത്തരമാണെന്ന് അവർ അന്നേ പറഞ്ഞത്. പിന്നെ ഞാൻ വീഡിയോ എടുത്ത് ഇടുകയും ചെയ്ത് ആ കൊച്ചിന് ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, കല്യാണം എന്തായാലും ഞാൻ നടത്തി തരുമെന്ന് പറയുകയും ചെയ്തു. പക്ഷെ ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വീട്ടുകാരാണെന്ന് എനിക്ക് അറിയായിരുന്നു. ഞാൻ വീഡിയോ ഇട്ട് 2 ദിവസം കഴിഞ്ഞപ്പം കഴക്കൂട്ടത്തുള്ള അശ്വതി സ്റ്റുഡിയോയിലെ അനിച്ചേട്ടൻ വിളിച്ചിരുന്നു. അശ്വതി 6 എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു തുണിക്കട ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് തുണി തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഇവരെയും വിളിച്ചിട്ട് നേരെ അവിടെ തുണി വാങ്ങാൻ വേണ്ടി. ആ സമയത്ത് ഏതാണ്ട് 98,000 രൂപയ്ക്ക് ഇവർ തുണി പർച്ചേസ് ചെയ്തു. ശരിക്കും ഞാനും കിളിയടിച്ചു, ഈ അനിച്ചേട്ടനും കിളിയടിച്ചു. നമ്മളെ അനിച്ചേട്ടൻ ഉദ്ദേശിച്ച ഒരു 10,000 രൂപയ്ക്കകത്ത് അവൾക്ക് ആവശ്യമുള്ളത്. ഇവര് വന്നിട്ട് ഭയങ്കര ആക്രാന്തം മൂത്തിട്ട് 98,000 രൂപയ്ക്ക് തുണി എടുത്തു. പിന്നെ അവസാനം ഞാൻ
എന്താ കഥ? അമ്മയും മക്കളും കൂടി ആ തുണിക്കട മൊത്തത്തിൽ വാങ്ങാനുള്ള പരിപാടിയായിരുന്നു തോന്നുന്നു. ഇവർക്ക് അത്യാവശ്യം വേണ്ട തുണികൾ വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശാലു പയ്യാട് തന്റെ സുഹൃത്തിന്റെ കടയിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നത്. ഒരു 10,000 രൂപയിലേക്ക് ഒതുങ്ങുമെന്നാണ് ശാലുവും അതുപോലെ തന്നെ തുണിക്കട മുതലാളിയും കരുതിയിരുന്നത്. അങ്ങനെയെങ്കിൽ ആ തുണികൾ ഫ്രീ ആയി കൊടുക്കാനായിരുന്നു കടയുടമയുടെ തീരുമാനം. പക്ഷെ നോക്കുമ്പോൾ ഈ അമ്മയും മക്കളും കൂടി 98,000 രൂപക്ക് തുണിയും വാങ്ങി വന്നേക്കുന്നു. ചാരിറ്റി ആണെന്നുള്ള ബോധം പോലും ഇവർക്കില്ല. കിട്ടിയ ചാൻസിൽ നല്ലോണം മുതലാക്കാം എന്നായിരുന്നു ഇവരുടെ പ്ലാൻ എന്ന് തോന്നുന്നു. എന്നാലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്കൊക്കെയാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആരോണം നമ്മളെ സഹായിക്കുന്നത് അവര് പറയുന്ന പോലെ നമ്മൾ കാര്യങ്ങൾ ചെയ്യും അല്ലെ? ജെനുവിനായ ആളുകളാണെങ്കിൽ അവർക്ക് നല്ല മടി ഉണ്ടാകും. നിവർത്തികേട് കൊണ്ട് മാത്രമായിരിക്കും അവരിങ്ങനെ ഒരു സഹായം സ്വീകരിക്കാൻ തയ്യാറാവുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ അമ്മയും മക്കളും ചെയ്ത പോലെ ആക്രാന്തം കാണിക്കാൻ നല്ല ആളുകൾ നിൽക്കില്ല. ചാരിറ്റി ആണെന്നുള്ള ബോധം അവർക്ക് നല്ലോണം ഉണ്ടാകും. ഇതുപോലെ ആക്രാന്തം കാണിക്കുന്ന ടീമിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ടാകും. നന്ദി എന്ന് പറയുന്ന സാധനം അവർക്ക് ഉണ്ടാവില്ല. സഹായിച്ചെന്ന് കരുതി കാലാകാലം നന്ദി കാണിക്കണമെന്നല്ല, എന്നാലും ഒരു കൃതജ്ഞത ഉണ്ടാവല്ലോ. അതുപോലും ഇത്തരക്കാർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. എന്തായാലും പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് ശാലു പയ്യാട് പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും അന്ന് കേട്ടോക്കാം. പിന്നെ അവസാനം ഞാൻ ചെന്ന് പറഞ്ഞു, ചേച്ചി ഇത് നടക്കൂല, നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കാൻ പറഞ്ഞു. ഇവരാണെങ്കിൽ എല്ലാം ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങിച്ച് അവസാനം ഒരു 35,000 രൂപ ബില്ല് വന്നു. പിന്നെ 15,000 രൂപ കടയിൽ നിന്ന് അവരുടെ കണക്കായിട്ട് അവർ തന്ന് ബാക്കി 20,000 രൂപ എന്റെ കയ്യിൽ നിന്ന് അപ്പോഴേ തന്നെ ചെലവായി. ഇതിനിടയിൽ നമ്മളെ ജാഫർ ഇടുക്കിക്ക എനിക്കൊരു 5,000 രൂപ തന്നിട്ട് പറഞ്ഞിട്ട് അവർക്ക് ഒരു സാരി മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ 5,000 രൂപ തന്ന് ഞാൻ അന്ന് തന്നെ ഈ തുണിയും മേടിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഇവർ ചെയ്ത പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം, കല്യാണം കഴിഞ്ഞ് എല്ലാ ചടങ്ങുകളും തീർന്നതിന് ശേഷം ഈ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് പൈസ ചോദിക്കുക, ദാരിദ്ര്യം പറയുക, എന്നിട്ട് പറയുക ഒരുപാട് കടമുണ്ട്, കടം തീർത്ത് കൊടുക്കാൻ വേണ്ടിട്ട് വിളിക്കുക. ഈ ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ അവരെ വിളിച്ച് തെറി വിളിക്കുക. കല്യാണത്തിന് ഇടാൻ വേണ്ടിട്ട് ഒരു ഡ്രസ്സ് കൊടുക്കാന്ന് പറഞ്ഞത് ഒരു കൊച്ചു, നമ്മുടെ ഒരു സുഹൃത്താണ്. അവളുടെ നല്ല മനസ്സുകൊണ്ടാണ് അവൾ ഡ്രസ്സ് കൊടുക്കാന്ന് പറഞ്ഞത്. ആ ഡ്രസ്സ് ഞാൻ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചു കൊടുത്തു, അല്ലാതെ കുറച്ച് പേര് കൊടുക്കുകയും ചെയ്തു. എന്തായാലും അന്നിടത്തെ ഒറ്റ ഡ്രസ്സ് പോലും അവരെ പൈസ കൊടുത്ത് വാങ്ങിച്ചാലും എല്ലാം നമ്മളെ ഈ പറഞ്ഞ ഓരോരുത്തർ സഹായിച്ചു തന്നെയാണ്. അവൾ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഇനി ആവശ്യമുണ്ടെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഡ്രസ്സിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ആ കൊള്ളു കൊടുക്കായിരുന്നത്. രണ്ടാമത് കല്യാണം കഴിഞ്ഞ ശേഷം ആ കൊച്ചിനെ വിളിച്ചിട്ട് പൂരത്തെറി. കൊള്ളാം, നല്ല ബെസ്റ്റ് ഫാമിലിനെ തന്നെയാണ് ശാലു പയ്യാട് സഹായിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. ഈ ഡ്രസ്സ് കൊടുക്കാമെന്ന് പറഞ്ഞ് യുവതിയെ വിളിച്ചിട്ട് ഈ പെൺകുട്ടിയുടെ അമ്മ തെറി പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അതിൽ ഓഡിയോ റെക്കോർഡ് ഉണ്ട്. വേണമെങ്കിൽ ഞാനൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നിന്റെ ഷോപ്പ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഷോപ്പാ? നിന്റെ ഷോപ്പ് എന്ന് പറയുന്നത് എന്താണ് ഈ പാവങ്ങളെ തട്ടിക്കാൻ പറ്റിക്കുന്ന ഷോപ്പ്? എനിക്ക് ആരെയും പറ്റിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നന്നായിട്ട് അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. 1-ാം തീയതി വൈകിട്ട് ചാലിന്റെ ചോറ്റ പറയും, 1-ാം തീയതി വൈകുന്നേരം എന്റെ കൊച്ചു ഡ്രസ്സിന് വെച്ചോണ്ടിരിക്കുന്നു. നീ എവിടത്തെ ഷോപ്പ് വെച്ചോണ്ടിരിക്കുന്ന? ആക്ക ഷോപ്പ് ഷോപ്പ് കൂട്ടിയിട്ട് പേര് കള്ളി. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇതിപ്പോ വൈകി കിടന്ന പാമ്പിനെ എടുത്ത് തോളി ചുറ്റി പാല് കൊടുത്ത് വളർത്തിയ പോലെയായി. ഒടുക്കം പാല് കൊടുത്ത കൈക്ക് തന്നെ പാമ്പ് തിരിച്ചു കൊത്തി. കല്യാണത്തിന് ഇഷ്ടംപോലെ ഡ്രസ്സ് അവർക്ക് കിട്ടി. 30,000 രൂപക്ക് തുണിക്കടയിൽ പോയി പർച്ചേസ് ചെയ്തു. ജാഫ്രിഡിക്ക് കൊടുത്ത പൈസക്ക് സാരിയും വാങ്ങി. വേറെ പലരും അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു. അങ്ങനെ ഇഷ്ടംപോലെ ഡ്രസ്സായി. അതുകൊണ്ട് കൂടിയാണ് തന്നെ സുഹൃത്തായ പെൺകുട്ടിയോട് ഇനി നീ പറഞ്ഞ ആ ഡ്രസ്സിന് ആവശ്യമില്ല എന്ന് ശാലു പയ്യാട് പറഞ്ഞത്. പക്ഷെ അത് ഈ പറയുന്ന പുഷ്പമംഗളം എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഒട്ടും പിടിച്ചില്ല. ആ തള്ള എന്താക്കി, ആ പെൺകുട്ടിയെ വിളിച്ച് തെറി പറഞ്ഞു. എന്തൊരു അവസ്ഥയാണെന്ന് നോക്കി. സഹായിച്ചതും പോരെ തെറിയും കേൾക്കണമെന്ന് വെച്ചാൽ എന്താണ് അവസ്ഥ? എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം. പിന്നെ ഒരുപാട് പേര് എന്നെ വിളിക്കുന്ന തെറിക്കാണെങ്കിൽ കയ്യും കണക്കില്ല. എന്തിനാണ് ഇങ്ങനെയൊക്കെ എനിക്ക് മനസ്സിലാവില്ല. കാരണം ഞാൻ ഇന്നൊരു ആർക്കും അങ്ങനെ കല്യാണങ്ങൾ ചെയ്ത് കൊടുത്തിട്ട് തെറി വിളിയൊക്കെ ആക്കേണ്ട ഒരു അവസരം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഒരു ഡേഞ്ചർ പേഴ്സൺ ആണെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു എല്ലാവരും. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി. അതിനുശേഷമാണ് ഞാൻ ഈ കല്യാണം ചെയ്തത്. അപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, അവരിപ്പോഴും ഒരുപാട് പേരെ വിളിച്ചിട്ട് സാമ്പത്തിക സഹായം ചോദിക്കുന്നുണ്ട്, അവരെ ദാരിദ്ര്യങ്ങൾ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവർക്ക് ദാരിദ്ര്യമോ കാര്യങ്ങളൊന്നും ഇപ്പൊ ഇല്ല. ഒരു ബാത്റൂം ഞാൻ ചെയ്യാൻ പറഞ്ഞപ്പം നമ്മളെ പണിക്കാരെ കൊണ്ട് 2 ബാത്റൂം അവർ ചെയ്യിപ്പിച്ചു. അതായത് ഞാനൊരു 10-30,000 രൂപയ്ക്ക് ഒരു ബാത്റൂം സെറ്റ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് എന്നെ കൊണ്ട് ഏതാണ്ട് 80,000 രൂപയ്ക്ക് പുറത്ത് 2 ബാത്റൂം അവർ കൊണ്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ ആക്രാന്തം ഭയങ്കരമാണ്. ഓക്കെ, ഈ ബാത്റൂം ഉണ്ടാക്കി കൊടുത്തതിനെ കുറിച്ച് ശാലു പയ്യാട് പറഞ്ഞതിൽ ചെറിയൊരു കോൺട്രവേഴ്സി ഉണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. മറ്റൊരു വീഡിയോ കൂടി ഉണ്ട്, അത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കും. ഇപ്പൊ എന്തായാലും ബാക്കിയുടെ കേട്ടോ നോക്കാം. ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയിലും 2 ആഴ്ച മാത്രമേ അക്കൗണ്ട് നമ്പരും ബാക്കി കാര്യങ്ങൾ ഇട്ടേക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അക്കൗണ്ട് നമ്പർ മാറ്റും. കാരണം 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമില്ലല്ലോ. അങ്ങനെയാണ് ഇതുവരെ ചെയ്തു പോകുന്നത്. അപ്പൊ ഇവരുടെ അക്കൗണ്ട് നമ്പർ മാറ്റിന്റെ അന്നോട്ടേ ഇവർക്ക് എന്റെ അടുത്ത് ഭയങ്കര പ്രശ്നമാണ്. അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ട് നമ്പർ അതിൽ ഇട്ടേ പറ്റൂ എന്നുള്ള. എന്നാലല്ലേ അക്കൗണ്ടിൽ വരുന്ന പൈസ കൊണ്ട് തള്ളക്കും മക്കൾക്കും അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റും. കാലാകാലം നാട്ടുകാരെയും മൂച്ച് ജീവിക്കാനുള്ള പ്ലാൻ ആയിരുന്നു തള്ളയുടെ. ഇതിനെ കണ്ടില്ലേ, ഇത്തിൽ കണ്ണിന്ന് വിളിച്ചാൽ കുറഞ്ഞു പോകും. ഇങ്ങനെയുള്ള ആളുകളൊന്നും സഹായിക്കാൻ നിൽക്കരുത്. ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ തങ്ങൾക്ക് കിട്ടുന്നത് സഹായമാണെന്ന് അവരങ്ങ് മറക്കും. ഇത് തങ്ങളുടെ അവകാശമാണെന്ന് അങ്ങ് കരുതും. അതാണ് പ്രശ്നം. ഈ അടുത്തിടെ എന്നെ കുറെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് ഞാൻ അവരുടെ അക്കൗണ്ട് നമ്പർ മാറ്റിക്കളഞ്ഞ് അതാണ് ഇതാണ്. സത്യം പറഞ്ഞ ആരെയും വേർപ്പ് അന്യായമായിട്ട് ഒരാൾക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനത്തെ ഒരാളുമല്ല. ആ കല്യാണത്തിന് തന്നെ 87,000 രൂപയ്ക്ക് അവിടത്തേക്കുള്ള പലവ്യഞ്ജന സാധനങ്ങളും തലേദിവസത്തെ അരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു. ഇവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ഷൻ, അതായത് 4 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ പൈസ എടുത്തിട്ട് തരാന്നാണ് തിരിച്ചെന്താ പറഞ്ഞിരുന്നത്. ഈ നിമിഷം വരെ
എനിക്ക് പൈസ ഒന്നുമില്ല. അവസാനം ഞാൻ കല്യാണ വർക്ക് ചെയ്ത് ജോലി ചെയ്തുണ്ടാക്കിയ പൈസയാണ് ഈ കടക്കാരന് കൊടുത്ത് ക്ലോസ് ചെയ്തത്. അപ്പം ദയവ് ചെയ്ത് പുഷ്പമംഗളം എന്ന് പറഞ്ഞിട്ട് ചെമ്പൂരുള്ള ഒരു സ്ത്രീ, നിങ്ങൾ ആരെങ്കിലും കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, അവരിങ്ങനെ ആളെ പറ്റിച്ച് ജീവിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. ഇതെനിക്ക് അറിയാതെ ഞാൻ പോയി പെട്ടുപോയതാണ്. അപ്പൊ ദയവ് ചെയ്ത് ആരും അവർക്ക് 5 പൈസ കൊടുക്കരുത്. കൊടുത്ത കൈക്ക് തന്നെ കടിക്കുന്ന ഒരു സ്ത്രീയാണ് അവര്. നാളെ ചിലപ്പോൾ എന്നെ പറ്റി എന്തൊക്കെ പറഞ്ഞുണ്ടാക്കണമെന്ന് എനിക്ക് അറിയാം. പക്ഷെ എന്തായാലും അങ്ങനെ എന്നെ വിശ്വസിച്ച് അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരാളും അവരുടെ വേർപ്പ് ചുമ്മാ ഒരാൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അവർ വേണമെങ്കിൽ അധ്വാനിച്ച് ജീവിക്കട്ടെ, അതിനുള്ള ആങ്കർ അവർക്കുണ്ട്. കിട്ടുന്നത് മാക്സിമം ഊറ്റണ ഒരു സ്ത്രീയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഷാലുപ്പയുടെ വീഡിയോ ചെയ്തത് വഴി 4 ലക്ഷത്തോളം രൂപ ഈ പുഷ്പമംഗളം എന്ന് പറഞ്ഞ സ്ത്രീയുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന്റെ ചെലവുകൾക്ക് വേണ്ടി നല്ലവരായ പല മനുഷ്യന്മാരും ചേർന്ന് അയച്ചു കൊടുത്ത പൈസയാണ്. പക്ഷേ ഈ തള്ള കല്യാണത്തിന് ആവശ്യങ്ങൾക്കായി ആ അക്കൗണ്ടിൽ വന്ന പൈസ തനിക്ക് തന്നില്ല എന്നും അവസാനം താൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ എടുത്ത് ചെലവുകൾ നോക്കേണ്ടി വന്നു എന്നുമൊക്കെയാണ് ഷാലുപ്പയോട് പറഞ്ഞു വെക്കുന്നത്. വല്ലാത്തൊരു അവസ്ഥ തന്നെയല്ലേ. ഒരു കുടുംബത്തിനെ സഹായിക്കാൻ പോയിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇവിടെ ഷാലുപ്പയ്യാടിന്റെ ഭാഗത്തും തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ആദ്യം തുണി വാങ്ങാൻ കൊണ്ടുപോയപ്പോ തന്നെ ഈ കുടുംബം ഉടായ്പാണെന്ന് ഷാലുപ്പയ്യാട് മനസ്സിലാക്കിയതാണ്. പിന്നീട് ഒരു ബാത്റൂം പണിയാൻ വേണ്ടി പറഞ്ഞപ്പോ 2 ബാത്റൂം പണിഞ്ഞപ്പോഴും ഇവർ ഉടായ്പാണെന്ന് ഷാലുപ്പയ്യാടിന് നല്ലോണം മനസ്സിലായതാണ്. അങ്ങനെയാണെങ്കിൽ അന്ന് തന്നെ അതിനെക്കുറിച്ച് ഷാലു പറയണമായിരുന്നു. ഈ കുടുംബം അത്ര വെടുപ്പല്ലേ, ഇവര് ഫുൾ ചാമ്പലാണ്, ആരും ഇവരെ സഹായിക്കരുതെന്ന് അന്നേ പറയണമായിരുന്നു. പക്ഷെ അതിന് പകരം ഷാലുപ്പയ്യാട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കല്യാണം നടത്തി കൊടുത്തു, അവർക്ക് വേണ്ടി 2 ബാത്റൂം കെട്ടിക്കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സെൽഫ് ബൂസ്റ്റിംഗ് വീഡിയോ ചെയ്യുകയാണ് ചെയ്തത്. ആ ബാത്റൂം ഉണ്ടാക്കി കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതൊക്കെ ഈ പറഞ്ഞ വീഡിയോയിലാണുള്ളത്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ചെമ്പൂരുള്ള ഒരു മോളുടെ കല്യാണത്തിന്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ മാസം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒക്ടോബർ 2, ഇന്ന് ആ മോളുടെ കല്യാണമായിരുന്നു. സത്യം പറഞ്ഞ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് പേരുടെ സഹായം ഉണ്ടായി. പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടതെന്നുള്ളത് രാഗിയും ബിന്ദുജയും എന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ണിയുടെ വൈഫാണ്. അപ്പൊ അവർക്ക് പേയുടെ ഒരു മേക്കപ്പ് സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞ്, ചേട്ടാ മേക്കപ്പിന്റെ കാര്യം വേറെ ഇനി നോക്കണ്ട, ഞങ്ങൾ ചെയ്തുതരാം. അതുപോലെ തന്നെ ബ്ലാക്ക് ഗോൾഡ് കോസ്റ്റ്യൂം, അവര് പെൺകുട്ടിക്ക് തലേദിവസം ഇടാനുള്ള ഡ്രസ്സും അവളുടെ അനിയത്തിക്ക് ഇടാനുള്ള ഡ്രസ്സും അപ്പോൾ തന്നെ അവര് ഓക്കെ പറഞ്ഞ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ എന്റെ ഏറ്റവും നല്ല സുഹൃത്താണ് മിസ് ഇന്ത്യയിലെ ഹർഷേച്ചി സ്പോട്ടിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിടാ, ആ മോൾക്ക് കല്യാണത്തിനിടാനുള്ള ഗൗണെല്ലാം ഞാൻ തരാം. സത്യം പറഞ്ഞ ചേച്ചി അതിനുവേണ്ടി എന്നെ വിളിച്ചു വരുത്തി അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം ആ മോൾക്ക് തന്നു. അതുപോലെ തന്നെ കോൺഫിഡൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്റെ സുഹൃത്തുക്കളാണ് രതീഷൊക്കെ. അപ്പൊ അവര് പച്ചക്കറികളെല്ലാം അവരുടെ കണക്കായിട്ട് അവരെടുത്ത് തന്നു. നിങ്ങളുടെ അടുത്ത് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ദൈവമായിട്ടാണ് എന്നെ ഈ വീട്ടിലെത്തിച്ചത്. കൃത്യമായിട്ട് ദൈവം ഓരോരുത്തരിലൂടെ ഇടപെട്ട് ആ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഒപ്പം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ കല്യാണം നടക്കുന്ന സമയത്ത് ആരും ഇല്ലാത്ത ഓർഫനേജിലേക്ക് കഴിയണ കുറെ പേർക്ക് ആഹാരം കൊടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഏതാണ്ട് 470 പേർക്ക് ആഹാരം കൊണ്ടുകൊടുക്കാൻ ഇന്ന് ദൈവം വലിയൊരു അവസരം തന്നു. ഒരു കോൺഗ്രസ്സുകാരിയാണ് ഇവിടുത്തെ മെമ്പർ. ഞാൻ നേരത്തെ വീഡിയോ ഇട്ടതിന്റെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്തെന്ന് വെച്ചാൽ എല്ലാ മാസവും ഇവരാണ് ഇവിടെ അരി സാധനങ്ങൾ കൊടുക്കുന്നത്. പച്ചക്കള്ളം. 26 വർഷമായിട്ട് ഈ വീട്ടിൽ ബാത്റൂം ഇല്ല. ഇന്നലെ ഇന്ന് ഞാൻ ഈ വീട്ടിൽ ഉണ്ടായിരുന്നു. ഇവർ പാവപ്പെട്ടവരായോണ്ട് അവർ വന്നിട്ടേ ഇല്ല. കൊറോണ സമയത്ത് ഒരു ദിവസം ഒരു കിറ്റ് കൊണ്ടുകൊടുത്ത് 5 വർഷവും ഈ കിറ്റിന്റെ പേരിലാണ് ഇവരിവിടെ വന്ന് തള്ളി മറിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലും സഹായം കിട്ടുന്ന സമയത്ത് അങ്ങനെയുള്ള വീഡിയോകളിൽ നിങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് വീമ്പിളക്കാതിരിക്കുക. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? പഞ്ചായത്ത് മെമ്പർ വെറുതെ വീമ്പിളക്കിയതല്ല, സത്യം പറഞ്ഞതാണെന്ന് ഇപ്പൊ അനുഭവിച്ചപ്പോ മനസ്സിലായില്ലേ. എല്ലാ മാസവും ഇവർക്ക് വേണ്ട അരിയും സാധനവും പഞ്ചായത്ത് ഇടപെട്ട് ഇവർക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഷാലുപ്പയ്യാട് ഈ കുടുംബത്തിന് ദുരവസ്ഥ കാണിച്ചുകൊണ്ട് ചെയ്ത വീഡിയോയിൽ എന്താണ് പറഞ്ഞത്? എത്രയോ മാസങ്ങളായിട്ട് ഈ അമ്മയും മക്കളും വളിച്ച കഞ്ഞിയും മാങ്ങാ ചമ്മന്തിയും മാത്രമാണ് കഴിക്കുന്നത് എന്നായിരുന്നു അല്ലെ. അപ്പൊ അവരെ അത്രയും കാലം സഹായിച്ചവരൊക്കെ ആരായി? അതന്നെ, ഇവരൊക്കെ അന്നേ ഷാലുപ്പയ്യാടിനോട് പറഞ്ഞതാണ് ഈ പറയുന്ന പോലെ ഒന്നുമല്ല അവിടുത്തെ അവസ്ഥ. നാട്ടുകാരും പഞ്ചായത്തും ഒക്കെ ആ കുടുംബത്തിന് ഇഷ്ടം പോലെ സഹായിച്ചിട്ടുണ്ടെന്ന് ഷാലുവിനോട് പലരും പറഞ്ഞതാണ്. പക്ഷെ അയാളത് വിശ്വസിച്ചില്ല. ഇന്ന് അതോർത്ത് ഷാലുവിന് നല്ല റിഗ്രറ്റ് ഉണ്ട് കേട്ടോ. അത് വേറെ കാര്യം. ഈ ഫാമിലി ഫുൾ ഉടായ്പാണ്, അവരെ സഹായിക്കാൻ നിൽക്കേണ്ട, പണി കിട്ടുമെന്ന് ആ നാട്ടുകാരനായിട്ടുള്ള ഒരാൾ ഷാലുപ്പയ്യാടിനോട് പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും ഷാലുപ്പയ്യാട് ചെവികൊണ്ടില്ല. അതിനുള്ളത് ഷാലുപ്പയ്യാട് പിന്നീട് അനുഭവിക്കുകയും ചെയ്തു. അത് വേറെ കാര്യം. എന്തായാലും ബാക്കിയോട് കണ്ടുനോക്കാം. ഈ വീട്ടിൽ ബാത്റൂം ഇല്ല. എന്തായാലും 2 ബാത്റൂം ഇന്നത്തെ ദിവസം എനിക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി. സത്യം പറഞ്ഞാൽ ഇതിനു വേണ്ടി സഹായിച്ച എന്റെ ഒരു സുഹൃത്തുണ്ട്, ഞാൻ പേര് പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ. എന്തായാലും ഒരുപാട് നന്ദി. ഓക്കെ, അപ്പൊ ഈ 2 ബാത്റൂമുകൾ എനിക്ക് ഈ കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പണ്ടത്തെ വീഡിയോയിൽ അഭിമാനപൂർവ്വം ഷാലുപ്പയ്യാട് പറഞ്ഞത് അല്ലെ. എന്നാൽ ഈ കുടുംബം എന്നെ പറ്റിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത പുതിയ വീഡിയോയിൽ ഇതേ ബാത്റൂം ഉണ്ടാക്കി കൊടുത്തതിനെ കുറിച്ച് ഷാലുപ്പയ്യാട് എന്താണ് പറഞ്ഞതെന്നുള്ളത് നമ്മൾ നേരത്തെ കേട്ടിരുന്നു. ആരെങ്കിലും അത് ഓർക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒന്നുകൂടെ കേൾപ്പിച്ചു തരാം. ഒരു ബാത്റൂം ഞാൻ ചെയ്യാൻ പറഞ്ഞപ്പം നമ്മളെ പണിക്കാരെ കൊണ്ട് 2 ബാത്റൂം അവർ ചെയ്യിപ്പിച്ചു. അതായത് ഞാനൊരു 10-30,000 രൂപയ്ക്ക് ഒരു ബാത്റൂം സെറ്റ് കൊടുക്കാൻ വിചാരിച്ചിട്ട് എന്നെ കൊണ്ട് ഏതാണ്ട് 80,000 രൂപയ്ക്ക് പുറത്ത് 2 ബാത്റൂം അവർ കൊണ്ടല്ലേ ചെയ്യിപ്പിച്ചു. അങ്ങനെ ആക്രാന്തം ഭയങ്കരമാണ്. കേട്ടല്ലോ, ഇതാണ് അവസ്ഥ. ഒരു ബാത്റൂം പണിയാൻ പറഞ്ഞപ്പോ ആക്രാന്തം മൂത്തി 2 ബാത്റൂം പണിതതെങ്കിൽ അതിനെക്കുറിച്ച് നേരത്തെ പറയണമായിരുന്നു. അല്ലാതെ അന്ന് അഭിമാനത്തോടെ വന്ന് ഞാൻ അവർക്ക് 2 ബാത്റൂം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞ് സെൽഫ് ബൂസ്റ്റിംഗ് നടത്തിയ ആള് തന്നെ അയ്യോ ഒരു ബാത്റൂം മാത്രം പണിയാൻ പറഞ്ഞു, അത് കേൾക്കാതെ അവർ 2 ബാത്റൂം പണിതേ, എന്റെ പൈസ എല്ലാം പോയേ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. ഉടായ്പ
ഉടായ്പ ടീം ആയിരുന്നെങ്കിൽ അന്നേ ഇവരെ എക്സ്പോസ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണമായിരുന്നു. അതിന് പകരം ആ നാട്ടുകാരെയും പഞ്ചായത്തിനെയും ഒക്കെ കുറ്റം പറയുകയാണ് ശാലു ചെയ്തത്. ഇവരാരും കല്യാണത്തിന് സഹകരിച്ചില്ല, ഭക്ഷണം വിളമ്പി കൊടുക്കാൻ പോലും ആരും വന്നില്ല എന്നൊക്കെ ശാലു പഴയ വീഡിയോയിൽ തുടർന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആരും വരാതിരുന്നതെന്ന് ശാലുവിന് ഇപ്പൊ ബോധ്യപ്പെട്ടില്ല. സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇറങ്ങിയപ്പോഴാണ് ശാലുവിന് ബോധം വന്നത്. ഈ തള്ളയും മക്കളും തനിക്ക് പൈസ തരില്ല എന്ന് മനസ്സിലായപ്പോൾ മാത്രമാണ് ഇവര് ഡ്രസ്സ് വാങ്ങിച്ചപ്പോഴും ബാത്റൂം പണിതപ്പോഴും ആക്രാന്തം കാണിച്ച കഥ തുറന്നു പറയാൻ ശാലു പയ്യാട് തയ്യാറായത്. അതുവരെയും ഇതിനെ കുറിച്ചൊന്നും തുറന്നു പറയാൻ ആൾ തയ്യാറായിരുന്നില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഞാൻ ഇത്രയും സഹായങ്ങൾ ചെയ്തെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാനായിരുന്നു ആ സമയത്ത് ശാലു ഉത്സാഹം കാണിച്ചിരുന്നത്. അതിനുള്ള പണം അയാൾക്ക് കിട്ടുകയും ചെയ്തു. ഈ സംഭവത്തിൽ ശാലു പയ്യാടിന്റെ ഭാഗത്തും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. എന്തായാലും എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പൊ ഇനിയെങ്കിലും അർഹതയുള്ളവരെ മാത്രം സഹായിക്കാൻ ശ്രമിക്കുക. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.